ഇന്നത്തെ പണി നമുക്കൊരു വെറൈറ്റി അടിച്ചുപൊളി വീഡിയോ ആണ്. നമ്മൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഈ കാണുന്ന വീടാണ് നമുക്ക് മാറ്റം വരുത്താനുള്ളത്. അപ്പോൾ ചെന്നപ്പോഴുള്ള രൂപതാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അടിയിൽ സ്ക്വയർ ആകും, മേലെയും സ്ക്വയർ ആക്കാനുള്ള പരിപാടിയിലാണ്. അതിനുള്ള പരിപാടിയാണ്. മേലെ കാണുന്ന മാതിരിക്ക് പടുത്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ള പരിപാടി എല്ലാ സ്ഥലത്തും നമ്മൾ ഏകരം സെറ്റ് ചെയ്യാണ്. നമ്മൾ പൈപ്പായിട്ടാണ് 20 പൈപ്പായിട്ടാണ് നമ്മൾ ഏരം കെട്ടണത്. ഏരം കെട്ടി വെച്ചാൽ പിന്നെ പിറ്റേ ദിവസം വന്ന് പടുത്തിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ വീടിൻ്റെ 3 ഭാഗം നമ്മൾ ഏരം കെട്ടി. ഇനി നമുക്ക് 4 വരി ഓടെടുക്കണം. എന്നാലും നമുക്ക് ബക്കിൻ്റെ സൈഡിൽ വെയിറ്റ്ലെസ് കട്ട വെച്ചിട്ടാണ് പടുക്കാനുള്ളത്. അപ്പോൾ മേലെ നിന്ന് നോക്കുമ്പോഴുള്ള ഷേപ്പാണിത്. ഓട് ഈ അത്യാവശ്യം ചെരിവുണ്ട്. നമുക്ക് ഈ ഓട് തലക്കത്തെ 4 വരി എടുത്തിട്ടാണ് നമുക്ക് പടുത്ത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ തലക്കത്തെ 4 വരി എടുക്കുന്നുണ്ട്. അത്യാവശ്യം ചെരിവുണ്ടായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പഴയ കാലത്തെ പട്ടിക ആയതുകൊണ്ട് പട്ടിക നൈറ്റ് ചവിട്ടി നിൽക്കാനും പറ്റില്ല, കീഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഇതാ എടുക്കുന്ന ഓട് പകുതിയിലേറെ താഴത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഓടൊക്കെ എടുത്ത് ഒഴിവാക്കി. ഇതാ ഫ്രണ്ടേജത്തും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഫണ്ടയത്തും ഓടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞ് നാളെ നമ്മൾ വന്ന് പടവ് തുടങ്ങും. അങ്ങനെ ഏകദേശം എടുത്ത് കഴിഞ്ഞ് തുടങ്ങി. പിന്നെ കുറച്ച് ചില്ലറ കട്ടിമീസൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ എടുത്തിട്ടുള്ള കോലാണിത്. ഇനിയാണ് നമുക്ക് പടവ് തുടങ്ങാനുള്ളത്. അങ്ങനെ ഏതൊക്കെ സെറ്റ് ആയതുകൊണ്ട് പടവ് തന്നെ പെട്ടെന്ന് പടുത്ത് പോവാം. പിന്നെ ചെരിവായതുകൊണ്ട് പടുക്കുമ്പോൾ ലേശം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് പടുക്കുമ്പോൾ. അതിനാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞ് ഇതാ പടവ് തുടങ്ങിയിട്ടുണ്ട്. പിറ്റേ ദിവസം നമ്മളെ ഒപ്പമുള്ള ടീം തന്നെയാണ്. അവർ ഏതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അവർ പണി സ്പീഡാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ മേശരി, മണി ആണ് അവൻ്റെ പേര്. അത് അനൂപ്, ഇതനൂപ്. പിന്നെ വെക്കണ വെയിറ്റ്ലെസ് കട്ടയാണ്. നമ്മളെ പശയിലാണ് വെക്കേണ്ടത്. മേലെ ആയതുകൊണ്ട് പശയത്തിൻ്റെ നിർബന്ധമാണ്. അങ്ങനെ പശയിൽ വെക്കുകയാണ്. അങ്ങനെ ഏകദേശം ഇതാ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. 3 സൈഡും ഏകദേശം വെച്ച് കഴിഞ്ഞ് ചെറിയൊരു സൈഡ് കൂടി ബാക്കിയുണ്ട്. അടുത്ത വലിയ വെക്കാണ്. ആ ഭാഗത്ത് ലേശം ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് അത് ലാസ്റ്റൊക്കെ ആക്കിയത്. അതിൻ്റെ ബക്കൊക്കെ ലേശം പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് കോൺക്രീറ്റ് ഫസ്റ്റ് ഇട്ട് വെച്ചതാണ് അവർ. അത്യാവശ്യം വെയിലുണ്ടായതുകൊണ്ട് അന്ന് തന്നെ സെറ്റായി. അതുകൊണ്ട് അന്ന് തന്നെ അവരത് തീർത്ത് തന്ന്. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഇതാ ഈ സൈഡിൽ ഈ കുറച്ചും കൂടി ഭാഗം ഇതാ ഈ കാണുന്ന ഏരിയ മാത്രമേ വെക്കാനുള്ളൂ. അപ്പോൾ ഏകദേശം അന്ന് അവർ അത് വെച്ച് ഫുള്ളാക്കി തരും. പിന്നെ കല്ല് കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അടിയിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കൽ ആണ്. വെയിറ്റ്ലെസ് കട്ടായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അതാ ഫ്രണ്ടത്തെ ഈ ഭാഗം ഈ കോലത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെറിയൊരു ഭാഗം കൂടി ബാക്കിയുള്ളൂ. അതവർ ഏകത്തിന് അത് ഹൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും അവരത് സ്പീഡാക്കി പരിപാടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കല്ല് കൊടുക്കാൻ വേണ്ടി കോണി ആ സൈഡിൽ ചാറ്റാണ്. എന്നിട്ട് വേണം ആ സൈഡ് ചാടിയിട്ടാണ് അതിനും കൂടെ കല്ല് കൊടുക്കേണ്ടത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടികളാണ്. അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് പടവ്. അപ്പം ഇനി ഒരു 10-15 കല്ലും കൂടി വെച്ചാൽ കഴിഞ്ഞ്. ഇതാ പിറ്റേ ദിവസം നമ്മൾ തേപ്പ് തുടങ്ങി. ആദ്യം നമ്മൾ കലക്കടിച്ചിട്ടാണ് അതിൻ്റെ മേലെ തേക്കണത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ വെയിറ്റ്ലെസ് കട്ടായതുകൊണ്ട് വെയിൽ തട്ടുന്ന സ്ഥലമായതുകൊണ്ട് പൊട്ടുകളും കാരണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. ആ തേച്ചപ്പത്തിൻ്റെ ടൈമിലൊരു പ്ലെയിൻ ബോർഡറും വെട്ടി. കാരണം ഞാൻ ഏകരം ഇപ്പോൾ കഴിക്കും, അപ്പോൾ നമുക്ക് കഴിയില്ല. അപ്പോൾ തേച്ച ഉടനടി തന്നെ അതിൻ്റെ മേലെ ഒരു 2.25 ഇഞ്ചിലൊരു ബോർഡർ, അത് പച്ച തന്നെ വെട്ടാണ്. അപ്പോൾ ആ പണി കഴിഞ്ഞിട്ട് മറ്റേത് അതിനായിട്ട് ഏകരം അവിടെ നിർത്തിയാൽ നമുക്ക് ശരിയാവില്ല. പക്ഷേ ഈ സൈഡിൽ ഒരു തേക്കണം, 2 തേക്കണമുണ്ട്. ഞാൻ ഈ സൈഡിൽ ഏകദേശം ബോർഡർ വെട്ടി കൊടുക്കുകയാണ്. അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഇത് ഫുള്ള് തീർക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ മൊത്തം 4 പേരുള്ളത്. 3 മേശരി ഒരു ഹെൽപ്പറാണ് പണിയെടുക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പരിപാടി കഴിക്കാനുള്ള പരിപാടിയിലാണ് ഇന്ന്. അപ്പോൾ അതാ ഫ്രണ്ടിലെ ഈ സൈഡും കൂടി ഇനി ബോർഡർ വെക്കുകയാണ്. തേച്ച് പോവുമുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബോർഡർ വെട്ടി പോവും. അപ്പോൾ എളുപ്പമാവും ചെയ്യും. അങ്ങനെ അതാ ഈ മൂലം കൂടി വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബോർഡറിൻ്റെ ഏകദേശം പണികൾ തീർന്ന് കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബോർഡർ വെക്കാൻ നമ്മൾ കുറച്ച് സ്ട്രോങ് ആക്കുന്നുണ്ട്. സിമൻറ്റ് കുറച്ച് പൊടി കൂട്ടിക്കാണ്ട് എന്നിട്ടാണ് നമ്മൾ ഇത് വെട്ടണത്. കാരണം
പച്ചയിൽ തന്നെ വെട്ടുകയാണല്ലോ, അതുകൊണ്ട് ഒന്ന് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഏകദേശത്തെ ഈ സൈഡ് വെട്ട് കഴിഞ്ഞ്, അപ്പോൾ നമ്മളെ ഫുള്ള് തേപ്പും കഴിഞ്ഞിട്ടുണ്ട്. പ്ലെയിൻ ബോർഡും വെട്ടി ഒരു ദിവസം കൊണ്ട് തന്നെ തേപ്പും കഴിച്ച്. അങ്ങനെ നമ്മൾ ഇന്ത്യക്കാരൻ ചായ കുടിക്കുകയാണ്. ശേഷം അവിടെ വേറെ പണിക്കാരുണ്ട്, പിന്നെ അതിൻ്റെ ഉൾഭാഗം തേക്കാണ്ടെന്ന് അത് പിറ്റേ ദിവസം വന്ന് തേച്ച്. എന്നിട്ട് നമുക്ക് ഈ ഓട് സെറ്റ് ചെയ്യാണ്ട് ഈ ഭാഗം തേച്ചപ്പോൾ ഈ ലെവലായി. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഈ ഓടിട്ട് കൊടുക്കാണ്ട് ഓടിട്ട് അപ്പോൾ ഇതിന് പെയിൻറ്റിങ്ങൊക്കെ നടക്കുന്നുണ്ട്, പെയിൻറ്റിങ്ങും പുട്ടിപ്പണിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ കാണുന്ന 2 ലൈന് നമുക്ക് ഓടിട്ട് ഫിനിഷ് ചെയ്ത് മൂലിച്ച് കൊടുക്കാണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ പരിപാടിയിലാണ്. ഓടൊക്കെ വെച്ച് തുടങ്ങി. പിന്നെ ഇനി അതിൻ്റെ സൈഡിലൊന്ന് തേച്ച് കൊടുക്കും വേണം, പാത്തിമാർക്ക് വെള്ളം കറക്റ്റ് പോകാൻ വേണ്ടിയുള്ള സെറ്റപ്പിൽ. അങ്ങനെ നമ്മളെല്ലാ പണിയും കഴിഞ്ഞത് പുട്ടിപ്പണി വരെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടുള്ള വീടാണ്. അന്നത്തെയും ഇന്നത്തെയും മാറ്റം, ഇതുപോലുള്ള ചെറിയ മാറ്റങ്ങൾ വീടിന് വരുത്താനുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ ബൈ. അടുത്ത പുതിയ വീഡിയോയുമായി വരാം. താങ്ക് യു.